എന്തൊക്കെയുണ്ട്, സുഖല്ലേ? എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ബ്രിറ്റോ നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് മലേഷ്യ പോകണം എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരവാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളിന്ന് സിംഗപ്പൂരിലെ വുള്ളാൻ ചെക്ക് പോയിന്റ് വഴി മലേഷ്യയിലെ ജോഗോർ ബാഗുർ എന്ന് പറഞ്ഞ സിറ്റിയിലോട്ട് റോഡ് മാർഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലെ പോലെ തന്നെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട്. പിന്നെ ഇവിടെ എല്ലാം ഓട്ടോമാറ്റഡ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോകുന്നത് സിംഗപ്പൂരിനെയും മലേഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിന് മുകളിലൂടെ പണിത് വെച്ചിരിക്കുന്ന റൂട്ടിലേക്കാണ്. ഏകദേശം വേണമെങ്കിൽ ഒരു സീറോ ലാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഈ വഴി നേരെ എത്തിച്ചേരുന്നത് മലേഷ്യയുടെ സൈഡിലുള്ള ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ടാണ്. ഇവിടെ നമ്മളൊരു ഫോറിനർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചെക്കിംഗ് എല്ലാം മാനുവലാണ്. അങ്ങനെ പാസ്പോർട്ടെല്ലാം കൊടുത്ത് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലേഷ്യയുടെ ഉള്ളിലോട്ട് കടക്കാം. വളരെ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞ പോലെ തോന്നിയല്ലേ? നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രി പുലർച്ചെ 1 മണിക്കാണ്. പകലാണ് നമ്മൾ വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ ക്യൂവിൽ നമുക്ക് നിൽക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ മലേഷ്യയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഞാൻ സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു മുടിവെട്ട് കടയിലോട്ടാണ്. 2-3 മാസമായിട്ട് ഞാൻ ഇവരുടെ സ്ഥിരം കസ്റ്റമറാണ്. അതിനു മുന്നേ ഞാനൊരു ടർക്കിഷ് ബാർബർ ഷോപ്പിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ടർക്കിക്കാരൻ പണി നിർത്തി പോവുകയും പിന്നീട് വന്ന പുള്ളിയുടെ വെട്ടല് അത്ര പിടിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കടയിലോട്ട് ഇപ്പം സ്ഥിരമായിട്ട് വരുന്നത്. ഈ മുടി വെട്ടാനാണോ ഞാൻ ബൈക്ക് കൊടുത്ത് സിംഗപ്പൂരിൽ നിന്ന് വന്നത് എന്നല്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. വെറും 50 റിങ്കറ്റിന്, അതായത് $16 തലയും താടിയും പിന്നെ ചെറിയൊരു മസാജും പിന്നെ ഒരു എയർ വാഷും നമുക്ക് ഈ പാക്കേജിൽ കിട്ടും. അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോയത് മലേഷ്യക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ലോക്കൽ ഫുഡായ നാസി ഗോരങ് ഡാഗിങ്, അതായത് ഫ്രൈഡ് റൈസ് വിത്ത് ബീഫും പിന്നെ നല്ല പശുവും പാലും ഉണ്ടാക്കിയ ചായയും കുടിക്കാനാണ്. ജോഹോർ ബാഗുർ ടൗണിലെ ഏറ്റവും ബെസ്റ്റ് പശുവും പാലും ആട്ടുംപാലും കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവർ സ്വയം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആട്ടുംപാലിലും പശുവും പാലും ഉണ്ടാക്കിയ ചായക്കും കാപ്പിക്കും വലിയ തിരക്കേടില്ലാത്ത ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോയത് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമായ പെട്രോൾ അടിക്കാനാണ്. സിംഗപ്പൂരിൽ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന കാശിന് നമുക്ക് മലേഷ്യയിൽ നിന്ന് 3 ലിറ്റർ നല്ല ഗ്രേഡ് കൂടിയ പെട്രോൾ അടിക്കാം. എൻ്റെ ബൈക്കിന് 20 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇതെനിക്ക് വല്ലാത്തൊരു ലാഭം തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് റോഡ് വഴി ബൈക്ക് എടുത്ത് മലേഷ്യയിലോട്ട് പോകുന്നത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.